ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രിസ്റ്റോ എന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തൊരു ഡ്രോയിങ് നമ്മൾ ഈ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പെൻസിൽ ഉപയോഗിച്ചൊന്ന് വരച്ച് നോക്കാം. എന്നിട്ട് വരയ്ക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പെൻസിൽ വാങ്ങുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുടിയുടെ ആ ഒരു ഭാഗമാണ് വരച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഈ ഒരു ഹെയറിൻ്റെ ഭാഗം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അടുത്ത പാർട്ടുണ്ടായിരിക്കും നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ആർട്ട്ലൈൻ്റെ പെൻസിൽ ഉപയോഗിച്ച സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നമുക്കൊരു ഡാർക്ക്നെസ് കിട്ടുന്നില്ല. എത്ര നോക്കിയിട്ടും മുടി വരയ്ക്കുന്ന സമയത്ത് ഒരു ഡാർക്ക്നെസ് കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് ഈ പെൻസിൽ ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു സ്മൂത്താണ് പെൻസിൽ. അതായത് നമ്മൾ ആ ഒരു ഒത്തിരി റഫായിട്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ പെൻസിൽ പേപ്പറിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം തന്നെ നിങ്ങളുമായിട്ട് ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നു. നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ മുടി വരയ്ക്കുന്ന സമയത്ത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്ത് തന്നെ ഉപയോഗിക്കാനുള്ള കാര്യം. എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പെൻസിൽ ഉപയോഗിച്ചാലും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓരോ മുടി ഇതേപോലെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നല്ല സമയമെടുത്ത് ചെയ്യുക. അപ്പോൾ മുടി വരയ്ക്കുന്ന കാര്യമൊന്നുമല്ല, ഏതൊരു പാർട്ട് നമ്മൾ ഏത് ഭാഗം വരയ്ക്കുവാണെങ്കിലും നല്ല സമയത്ത് തന്നെ ഡ്രോയിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാനുള്ള രീതിയിൽ നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ഇരിക്കരുത്. നമ്മൾ നല്ല സമയത്ത് തന്നെ നല്ല ക്ഷമയോടുകൂടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ വരച്ച് തുടങ്ങിയിരിക്കുന്ന 8B പെൻസിൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു പെൻസിൽ ഉപയോഗിച്ച് ഫുള്ളായിട്ടൊന്ന് വരച്ച് പോകണം. അതായത് മുടിയുടെ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് പോവുക. അതിനുശേഷം മാത്രം നമ്മൾ രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ 10B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും വരയ്ക്കുക. അപ്പോഴേ നമുക്ക് ആ ഒരു നല്ല രീതിയിൽ ആ ഒരു കറുപ്പ് അവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ചിട്ടാണെങ്കിൽ പോലും അത്യാവശ്യം ഒരു ഡാർക്ക്നെസ് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആർട്ട്ലൈനെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഡാർക്ക്നെസ് ഈ പെൻസിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വരച്ച് തുടങ്ങിയ സമയത്ത് തന്നെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളായാലും ഈ പെൻസിൽ വാങ്ങി നോക്കിയെങ്കിൽ അല്ലെങ്കിൽ വാങ്ങി വരച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ ഒരു പെൻസിലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ പെൻസിൽ വാങ്ങാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു ഡ്രോയിങ് കണ്ടിട്ട് ഈ ഡ്രോയിങ് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് കണ്ടിട്ട് നല്ല പെൻസിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ പെൻസിൽ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഇനി മുമ്പോട്ടുള്ള സമയത്ത് നമുക്ക് ഓരോ കമ്പനിയുടെയും പെൻസിൽ മാറി മാറി വാങ്ങി വരച്ച് നോക്കാനൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ പെൻസിലും വാങ്ങി നോക്കുന്ന സമയത്ത് വരച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഓരോ പെൻസിലിൻ്റെയും വ്യത്യാസം അറിയാമല്ലോ. അപ്പം ആ കാര്യങ്ങൾ ആ സമയത്ത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ പെൻസിൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് അൺബോക്സിങ് വീഡിയോയും ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ വരച്ചിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഈ പെൻസിൽ വാങ്ങണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിച്ചാൽ മതി. അപ്പം ഓരോ പെൻസിൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് 10B പെൻസിൽ ഉപയോഗിച്ചിട്ട് രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ ആദ്യം വരച്ചതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും
വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കറുപ്പ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ തന്നെ നമുക്ക് ആ ഒരു ആർട്ട് ലൈൻ്റെ ആ ഒരു പെൻസിലിനേക്കാളും കുറച്ചുകൂടെ ഒരു കറുപ്പ് കൂടുതലായിട്ട് ഈ ഒരു പെൻസിലിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പെൻസിൽ ഉപയോഗിച്ച് ഫുള്ളായിട്ട് അതായത് നമ്മൾ ആദ്യം ചെയ്താൽ തന്നെ ഫുള്ളായിട്ട് വരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി 8B പെൻസിൽ ഉപയോഗിക്കേണ്ട, ഈ ഒരു 10B പെൻസിൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഫുള്ളായിട്ട് വരച്ചെടുക്കണം. അപ്പോൾ വരയ്ക്കാൻ വേണ്ടി കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ തിരിച്ച് വെച്ച് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലൊക്കെ നിങ്ങളുടെ എളുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് പേപ്പർ തിരിച്ച് മറിച്ചൊക്കെ വെച്ച് വരയ്ക്കുക. അതായത് നമ്മൾ മുടി വരയ്ക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ രീതി വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഹെയർ വരയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഓരോ ഡ്രോയിങ് വീഡിയോയും കാണുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം പലരും അങ്ങനെ ഡൗട്ടൊന്നും ചോദിച്ച് കാണാറില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു സപ്പോർട്ടൊക്കെയാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. അതുകൊണ്ട് തന്നെ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക.